ചീഫ് സെക്രട്ടറിക്കെതിരെ അസാധാരണ നീക്കവുമായി സസ്പെൻഷനിലായ AS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ജയതിലക്, കെ ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കും എൻ പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, സംസ്ഥാന ചരിത്രത്തിൽ അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കൽ? ഹാഷ്മി, സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് മുന്നോടിയായി വക്കീൽ നോട്ടീസ് അയക്കുന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, IAS ഉദ്യോഗസ്ഥരായ കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിനൊപ്പം മാതൃഭൂമി ദിനപത്രത്തിനും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തനിക്കെതിരായി ക്രിമിനൽ ഗൂഢാലോചന നടത്തി, ഒപ്പം തന്നെ രേഖകൾ വ്യാജമായി ചമയ്ക്കാൻ ശ്രമിച്ചു, ഇത്തരത്തിൽ തന്നെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാനായി ശ്രമിച്ചു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് IAS ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ തെറ്റായ പ്രവൃത്തിയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും അത് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം എന്നതാണ് ഈ വക്കീൽ നോട്ടീസിലെ പ്രധാനപ്പെട്ട ആവശ്യം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനോട് ഉന്നയിക്കുന്ന ആവശ്യം തെറ്റായ രീതിയിൽ ഇടപെട്ട ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ഡോക്ടർ ജയതിലകിനെതിരെയും ഒപ്പം തന്നെ ഈ കെ ഗോപാലകൃഷ്ണനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഈ ആവശ്യങ്ങൾ മേൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് എൻ പ്രശാന്ത് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. എൻ പ്രശാന്ത് നിയമവിരുദ്ധധാരിയാണ്. മാത്രമല്ല ഉന്നത വിജയം ആ വിഷയത്തിൽ സ്വന്തമാക്കിയ ആളാണ്. മാത്രമല്ല ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വാധീനമുണ്ട് താനും. ശ്രീജിത്ത്, പ്രശാന്തുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? ആ വ്യവഹാരത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രശാന്ത് പറയുന്നത് എന്താണ്? പ്രശാന്തിന്റെ പ്രതീക്ഷ എന്താണ്? ഹാഷ്മി, വളരെ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് പ്രശാന്ത് ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഈ ഉന്നതി ഫയലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരസ്യ പ്രതികരണത്തിൽ സസ്പെൻഷനിലായെങ്കിലും അദ്ദേഹം ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിയമ നടപടി. അതായത് ഉന്നതിയിലെ ഫയൽ കാണാതായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഡോക്ടർ ജയതിലക് ഒരു ലെറ്റർ അയക്കുകയും പിന്നീട് അന്വേഷണ റിപ്പോർട്ട് അതിന്മേൽ വരികയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് വ്യാജമായി ചമച്ചതാണ് എന്നതാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇത്തരമൊരു അന്വേഷണത്തിന് സർക്കാരിലെ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നോ ആരും നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുന്നത്? മാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ട് ഈ ഓഫീസ് സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡേറ്റിലുള്ള റിപ്പോർട്ടും മറ്റ് കത്തുകളുമൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരേ ദിവസമാണ്. മാത്രമല്ല ഈ റിപ്പോർട്ടിലും കത്തിലുമൊന്നും കത്തിൻ്റെ നമ്പറില്ല, ഒപ്പം തന്നെ തീയതിയില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രശാന്തിനെ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയ റിപ്പോർട്ടും മറ്റ് കത്തുകളുമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഈ മെറ്റാ ഫയൽ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വക്കീൽ നോട്ടീസിൽ പ്രശാന്ത് പറയുന്നത്. അപ്പോൾ കൃത്യമായ തെളിവുകളോട് കൂടിയുള്ള ഒരു നിയമ പോരാട്ടത്തിനാണ് പ്രശാന്ത് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് പ്രശാന്ത് സാധാരണ IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ വാങ്ങിയതുപോലെ അടങ്ങി വീട്ടിയിരിക്കുകയല്ല, മറിച്ച് സർക്കാരിൻ്റെ കാരുണ്യം കാത്ത് കഴിയുകയല്ല, ഒരു നിയമ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിയമത്തിൽ നല്ല അവഗാഹമുള്ള പ്രശാന്താണ്. നേരത്തെ ഇപ്പോൾ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്നൊക്കെയുള്ള അതിരുകടന്ന പരിഹാസങ്ങൾ ഫേസ്ബുക്കിൽ പറഞ്ഞെങ്കിലും പ്രശാന്ത് അതൊക്കെ ഈ പറഞ്ഞ തനിക്കെതിരായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ടൈമിംഗ്, പുറത്തേക്ക് വരുന്ന പേപ്പറുകൾ, ഇതൊക്കെ ഒരു പ്രത്യേക താല്പര്യത്തിലാണ്, പകപോക്കലാണ്, തനിക്കെതിരായ വെഞ്ചിയൻസ് തീർക്കലാണ് എന്നൊക്കെ പറയുന്നതിന് കൃത്യമായ ചില കാര്യകാരണങ്ങളുണ്ട്. അത് വെച്ചാണ് പ്രശാന്തിൻ്റെ നിയമപരമായ മുന്നോട്ട് പോക്ക്.